അകത്തേക്ക് പോയ ഐഷു പുറത്തേക്ക് വരുന്നതും കാത്തു നിൽക്കുന്ന ശ്യാം. പുതിയൊരു ലോകത്തേക്കാണ് അവൾ കയറിപ്പോയിരിക്കുന്നതെന്ന് അവന് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാലും അവൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ഉത്കണ്ഠ. അപ്പം എനിക്കൊരു ഡൗട്ട്. എന്താ സാർ? അവളോട് എല്ലാം തുറന്നു പറയുന്ന കൂട്ടുകാരൻ ഇതെന്തുകൊണ്ട് പറഞ്ഞില്ല? സാർ, അത് അവൾ ഒരുപാട് കാലത്തിന് ശേഷമല്ലേ ആ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ അതൊക്കെ അവൾ തന്നെ നേരിട്ട് കണ്ട് അറിയണം എന്ന് അവനൊരു ആഗ്രഹം. ഓ, സ്വീറ്റ് സർപ്രൈസ്. അതുകൊണ്ട് എക്സാക്ട്ലി. അപ്പോൾ ഐഷു പുറത്തേക്ക് വരുന്നതും കാത്ത് അവൻ്റെ വാച്ചിലേക്ക് തന്നെ നോക്കി പുറത്ത് കാത്തിരിക്കുന്ന ശ്യാമോൻ. മിക്കവാറും ബേബി ചേച്ചി അവരുടെ അടുത്ത് പുറത്തിറങ്ങി കാണും. പിടിച്ചു നോക്കാം. ഹലോ, എന്താടാ? നീ എന്താ എടുക്കാ? എന്താ കാര്യം? ചുമ്മാ ചോദിച്ചതാ. എവിടെയാ നീ? ഞാൻ ടെറസില്. ടെറസിൽ? അവിടെ എന്താ? വാഷിംഗ് മെഷീനിൽ കിടന്ന നിന്റെ തുണി ഉണക്കാടാടാ പൊട്ടാ. ഒന്നും സംഭവിച്ചില്ലേ? ഇവിടെ എന്ത് സംഭവിക്കാൻ? അല്ല, നിന്റെ ചെരുപ്പന്തിയേ? എന്റെ ചെരുപ്പന്റെ കാലില്. ബേബി ചേച്ചിയോ? ബേബി ചേച്ചി അടുക്കളയിൽ പണിയെടുക്കണ്. എന്താ ഫോൺ കൊടുക്കണ? വേണ്ട, എന്നാ വെച്ചിട്ട് പോടാ. കുഴിമടിയനെ മോളെ, മഹാകുഴിമടിയൻ. വന്ന ദിവസം ഞാൻ 3 എണ്ണത്തിനും കൊടുത്തു. എന്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയത് DAG. എന്നാലും നേരെയാവോ? ഇനി പറയാനുണ്ടോ മോളെ പറ്റി? ഇപ്പം മോള് കഴിക്കും. എന്നിട്ട് ഞാൻ നോക്കുമ്പോ ഉണ്ടല്ലോ, അവൻ ചെരുപ്പൊന്നും ഒഴിക്കാൻ നിങ്ങൾ കേറി വരുമോ അകത്തോട്ട്. ഞാൻ രാവിലെ തൊട്ട് തുടച്ചിട്ട് തറയാണെന്ന് ഓർക്കണം. എനിക്ക് എന്റെ ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. എന്റെ പെരുവള്ളിൽ ഒരു പെരുപ്പൊക്കെ വന്നിട്ട് സാധനം എടുത്ത് ചേർ വെച്ച് കൊടുത്ത് ഭാഗ്യത്തിന് കൊണ്ട്. നോക്കണ്ട, ഇത് ആത്തിരുന്ന് ചെരുപ്പാ. നിനക്കെന്താ വണ്ടി ഇത്ര പെട്ടെന്ന് കിട്ടിയാ? വണ്ടി കിട്ടിയില്ല, നാളെ ചെല്ലാൻ പറഞ്ഞു. നിനക്ക് അങ്ങനെ തന്നെ വേണടാ. എന്തായിരുന്നു നകളിപ്പ്? നിന്നോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞല്ലോ എന്നെ ഒന്ന് സഹായിക്കാൻ. എന്നിട്ട് പാവി ബേബി ചേച്ചി എന്നെ സഹായിച്ചേ. അപ്പൊ സാമാൻ ഇന്ന് നീ ജോലിക്ക് നീ പോകുന്നില്ലേ? അല്ല, ഇന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് ലിസ്റ്റ് തരാം, പോയി കുറച്ച് സാധനം വാങ്ങിച്ചോണ്ട് വാ. അല്ല, കഴിഞ്ഞ ദിവസം അവനാശൊരു വലിയ പാക്കറ്റ് പറഞ്ഞ സാധനം വാങ്ങിക്കൊണ്ട് വന്നത് എത്ര വേഗം തീർന്നോ? അതിന്റെ ലക്ഷ്മോള് കുറെ ദിവസം കൂടി വന്നല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ? ലക്ഷ്മി മോളാ. എന്തരാ നിനക്ക് പിടിച്ചില്ലേ? പിടിച്ച്. അല്ല, നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ട്? എവിടെന്ന്? ഇന്ന് നിനക്ക് ചിക്കൻ വേണം മോളെ? അയ്യോ, ഇന്ന് വേണ്ട ചേച്ചി, നിനക്ക് നേരത്തെ ഓഫീസിൽ പോകാനുള്ളതാ. വേറെ ദിവസം നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാട്ടാ. എന്നാ എന്റെ മോളുടെ ഇഷ്ടം പോലെ. നീ കൊറേ നേരമല്ലേ പുച്ചിക്കാൻ തുടങ്ങിട്ട്? അല്ല, നീ എന്താ തിരക്കിട്ട് ഓഫീസിൽ പോകുന്നതിനാണെന്ന് മനസ്സിലായി. എന്താ? ഒന്നുമില്ല. അല്ല നീ പറയടാ കൂട്ടുകാരാ. പ്ലാൻ ഷോപ്പ് പോകാനല്ലേ? അല്ല, ഓഫീസിൽ പോണതേ ഓഫീസിൽ പോകാനാ. പ്ലാൻ ഷോപ്പിലുള്ളവർ എന്നെ അവിടെ വന്ന് കണ്ടോളൂ. മനസ്സിലായടാ? അതാരാ മനസ്സിലായി ചേച്ചിക്ക്? പറയട്ടെ. അറിഞ്ഞോടല്ലേ മോളെ? വേറെ ആരെയും ഇവിടുത്തെ കാര്യങ്ങളെ എന്നെ DIG മാത്രം പ്രീതി ചേച്ചി വിളിച്ച് പറയാറുണ്ട്. മനസ്സിലായ? സർപ്രൈസ്. ബേബി ചേച്ചി ഇത് ലക്കി ഇത് ബേബി ചേച്ചി. ബേബി ചേച്ചിക്ക് ഇവിടെ ലക്ഷ്മി മോൾ എന്ന് വിളിക്കാം. എന്നോടൊക്കെ സന്തോഷമായില്ലേ? അതേടാ, കാര്യമായിട്ട് ചില സമയത്ത് അരട്ടയുടെ ബുദ്ധിയാണ്. അതെന്താ? ചില സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഏതാന്ന് ഓരോ മറന്നു. അതുകൊണ്ട് ആരെങ്കിലും എപ്പോഴും അവന്റെ കൂടെ ഇരിക്കുന്നു. ഇതിനോണ്ടാണെങ്കിൽ ഏത് നേരം അവൻ കാരണം സയൻസിന്റെ തെറിയാക്കാനേ സമയമുള്ളൂ. പിന്നെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒന്ന് പോടാ. എടാ സത്യം, ഒരു കിളിപോയ ഐറ്റമാണ്. പക്ഷെ അവന്റെ വർക്ക് അടിപൊളിയാണ്ട. എന്തായാലും അസിസ്റ്റന്റ് വാ, ഞാൻ പരിചയപ്പെടുത്തരാം. എടാ എന്തായി കഴിഞ്ഞാ? എന്താ? എന്താണെന്നാ? ഞാൻ എന്താ രാവിലെ നിന്നെ വിളിച്ച് പറഞ്ഞിരുന്നു? മറ്റേ സേവ് ദ ഡേറ്റ് വീഡിയോയുടെ അല്ലേ? അത് തന്നെ. അതെന്തായി? അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. എന്നാ കാണട്ടെ. ഏതാണിത്? എടി, തൃശ്ശൂർ പോയി കഴിഞ്ഞ ആഴ്ച ചെയ്ത കല്യാണം അല്ലേ? ശരിയാണല്ലോ. അപ്പോൾ അറ്റൻഡ് എന്നോടാണ് ചോദിക്കുന്നത്. അത് വേറൊന്നുമില്ല ഏട്ടാ, ഞാൻ രാവിലെ വന്ന് അതെടുത്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ അതേട്ടൻ വന്നു, എന്നിട്ട് മറ്റേ മാമോദിയുടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞു. എടാ, ഇനിത് കല്യാണത്തിന്റെ വീഡിയോ അല്ലേ? ഇത് കല്യാണമാണല്ലോ. അതെ, ഞാൻ മറ്റേ മാമോദിയുടെ ചെയ്തോണ്ടിരുന്നപ്പോ ആരോ ഒരാൾ വന്നിട്ട് എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ആരാണെന്ന് അറിയാൻ പാടില്ല ഏട്ടാ, പക്ഷെ ആരോ ഒരാൾ പറഞ്ഞായിട്ട് എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. നീ ഒരു പണി ചെയ്യുന്ന, ഇപ്പൊ ഞാൻ പറഞ്ഞത് ചെയ്തേ. ചേട്ടൻ എന്ത് പറഞ്ഞേ? ഇവിടെ സേവ് ദ ഡേറ്റ് വീഡിയോ. ഓക്കെ ഒന്ന് ചെയ്ത് തീർക്കണേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമായില്ലല്ലോ. ഇത്രയ്ക്ക് വിചാരിച്ചില്ലേ? ഇത് ഹൊറിബിൾ ആയിപ്പോയി. അല്ല, ഇയാളെ വെച്ചാണോ നിങ്ങൾ വർക്ക് മുഴുവൻ ചെയ്യാൻ പോണേ? ഞാൻ ക്യാഷ് തരില്ല കേട്ടോ. അല്ല, ഒരാള് കൂടിരുന്നാ മതി. ആള് പുലിയാണ്.
അവിനാശ് ചേട്ടാ, എന്താണ് മോനെ? ചേട്ടൻ എന്ത് പറഞ്ഞിട്ടാ ചേച്ചിക്ക് വിശ്വാസമാകാത്തത്? പോയി പണിയെടുക്കടാ. ഓക്കേ. ചെക്ക, നീ ബാക്കിയുള്ളവരെ പേടിപ്പിക്കണ പോലെ ഈ ജിൻഡോ കൂടെ പേടിപ്പിക്കാന്ന് വിചാരിക്കണ്ട കേട്ടാ. ഇതൊക്കെ ഞാൻ കുറെ കണ്ടത് എൻ്റെ പൊന്നു മോനെ. അയ്യോ അമ്മേ, അയ്യോ. എടാ നീ ഫോൺ വെച്ചേ. ശ്ശോ, കർത്താവേ. ദൈവമേ, ഐ എം കോൺഫിഡൻറ്റ്. ഇതെവിടെ പോയി? ചേടാ എന്താ ചിന്ത? എന്താ എന്താടാ നിനക്കൊരു സ്നേഹമില്ലാത്ത? ഞാൻ എത്ര ദിവസം കൂടി വരിക? നിനക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ? ചോദിക്കാനുണ്ട്. ചോദിക്കട്ടെ? ഹലോ ലക്ഷ്മി, സുഖല്ലേ? അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് ഇപ്പൊ സുഖാണോടാ? ആ, സന്തോഷം. അത്രേ ഉള്ളൂ? ആ, ഇത്രേ ഉള്ളൂ. എന്താടാ നീ ഇപ്പോഴും അന്നത്തെ കാര്യം മനസ്സിൽ വെച്ച് നടക്കുകയാണോ? എന്നോട് മിണ്ടടാ ജിൻഡ. എൻ്റെ പൊന്നു ലക്ഷ്മി, എനിക്കിപ്പോൾ നിന്നോട് ഒരു ദേഷ്യമില്ല. നിനക്കിപ്പോൾ ചിലപ്പോൾ നല്ല മൂടായിരിക്കും. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ നിന്റെ കാര്യമായോണ്ടേ ഒന്നും പറയാൻ പറ്റൂല. നീ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആൾ മാറും. അന്നത്തെ പോലെ ലാപ്ടോപ്പ് എടുത്ത് തന്നെ തലക്കടിക്കാൻ വരും. എൻ്റെ കഷ്ടകാലത്തിന് ബാംഗ്ലൂർ പോയി വേണ്ടി ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ട് വരും. എന്നെ പൊന്നളിയാ, എന്നെ വിട്ടേക്ക്. ബാക്കിയുള്ളൊരു കഞ്ഞി കുടിച്ച് പോണത് ഈ പെണ്ണിന് തീരെ പിടിക്കണല്ലോ. ഹലോ. പ്രതീക്ഷിച്ചില്ല അല്ലേ? നല്ല ആളാ. അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഇവിടുന്ന് മുഖം കാണിച്ചിട്ട് വിളിക്കായിരിക്കും. ആണോ? എന്താ കാര്യം? ഒന്നുമില്ല, ലഞ്ച് ഒരുമിച്ച് കഴിക്കാന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു. ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പക്ഷെ എന്നിട്ടും ഭയങ്കര വിശപ്പ്.